ഹലോ എവ്രി വൺ. ഞാനിന്നിവിടെ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കിലോത്തോളം ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരൽപ്പം ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 to 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാടങ്ങ് വെന്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് ഇതുപോലെ വെള്ളം കളഞ്ഞെടുക്കാം കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ കളയരുത്, അത് ആവശ്യമുണ്ട് കേട്ടോ കറി വെക്കാൻ നേരത്ത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ ഇതാണ്, വേവിച്ചിട്ട് വറുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് നന്നായിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിത് കറി വെക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക്, സവാള, പച്ചമുളക്, വേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, ചിക്കൻ ഫ്രൈ, പിന്നെ 2 തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പേസ്റ്റാക്കി എടുത്ത് വെക്കുക. അപ്പോൾ ഇത് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളമൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് ആ വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെ തന്നെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചിക്കനിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിള വന്നു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ എന്നുള്ളതനുസരിച്ച് തിളപ്പിച്ച് പറ്റിച്ച് ചൂടോടെ സെർവ് ചെയ്യുക കേട്ടോ. ഇത്രയുള്ളേ, സിമ്പിളാണ്. ഇനി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.